ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നിങ്ങൾ തന്നെ കമൻസിലൂടെയൊക്കെ എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ആ ഒരു വ്യക്തി, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും നിങ്ങൾക്ക് പെയിൻ തന്നിട്ട് പോയ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഇത് തന്നെയാണ്. നിങ്ങളുടെ വേദനിപ്പിച്ച് പോയ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ്, അവർ ഏത് കാലഘട്ടത്തിലൂടെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ ചില ദിവസങ്ങളിൽ വീഡിയോ വല്ലാതെ ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ എനിക്കറിയാം ഒരുപാട് പേര് നമ്മളുടെ സ്ഥിരം വ്യൂവേഴ്സ് ഉണ്ട്. വീഡിയോ കണ്ടാൽ മാത്രം ഉറങ്ങുന്ന വ്യക്തികളുണ്ട്, രാത്രി 2 മണി 3 മണി വരെ വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ട്, അതറിയാം. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു നെറ്റ് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ എത്ര നേരം വെച്ച് കഴിഞ്ഞാലും ഇത് അപ്ലോഡ് ആവാനായിട്ടുള്ള ഒരു ടൈം എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇനി അത് നെക്സ്റ്റ് ഡേയിലേക്ക് ആക്കിയാലോ എന്നുള്ളത്. പക്ഷേ ഒരുപാട് വ്യൂവേഴ്സ് ഇത് കാത്തിരിക്കുന്നു എന്നെനിക്ക് അറിയുന്നത് കൊണ്ടും പലരും എന്നോട് ഇത്തിരി ടൈം വൈകി കഴിഞ്ഞ് ഒരു 10 മണി ആയി കഴിഞ്ഞാൽ പലരും വന്ന് ചോദിക്കാറുണ്ട് ഇന്നില്ലേ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കണോ എന്നുള്ളത്. അപ്പോൾ അത്രത്തോളം ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയാലും നാളത്തേക്ക് വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു നെറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് വൈകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് മാക്സിമം നിങ്ങൾക്കത് നേരത്തെ തന്നെ തരണം. നമ്മളുടെ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 8:45 9 തൊട്ട് 9:30 വരെ, അതാണ് ഞാൻ ഇടുന്ന ഒരു ടൈം, വീഡിയോസ് ഇടാറുള്ളൊരു ടൈം അതാണ്. പക്ഷേ പലപ്പോഴും ഈ ഒരു കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് അത് ലാഗ് ചെയ്ത് കുറച്ച് ടൈം വൈകി പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുകയാണെന്നുള്ള എനിക്കറിയാം. ഞാൻ മാക്സിമം എത്ര തിരക്കുണ്ടെന്നുണ്ടെങ്കിലും വീഡിയോസ് മുടക്കാറുമില്ല. പലരും എന്നോട് പറയാറുണ്ട് 2 വീഡിയോ എങ്കിലും ഡെയിലി ഇട്ടൂടെ. അപ്പോൾ എൻ്റെ ആ ഒരു ടൈം ഷെഡ്യൂളായിട്ട് അത് മാച്ചായി പോകാത്തത് കൊണ്ടാണ് ഒരെണ്ണമായിട്ട് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞാൻ വീഡിയോസ് ഇടാം. ഇനി അഥവാ വീഡിയോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇല്ല എന്നുള്ളത് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ സാധിക്കുമല്ലോ. ഒരു രാത്രി ഒരു 10:30 മുൻപായിട്ട് വീഡിയോ ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ആയിട്ട് ഇടാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നോ അപ്പം മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. ഇനി ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഈ ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യാതിരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് ചിലർ വന്ന് എന്നോട് പറഞ്ഞു. അതായത് ഇപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളുമായിട്ട് സാമ്യമില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വ്യക്തി ഇങ്ങനെയൊക്കെയാണ്, പക്ഷേ ഇതിൽ പല കാര്യങ്ങളും മാച്ചല്ല, ചിലപ്പോൾ ഇയാളും ഇങ്ങനെയാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കമൻറ്റ്സ് ഇടുമ്പോൾ നമുക്കറിയാം ഇവർ ഫോഴ്സ്ഫുള്ളി അത് റെസണേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അവരുടേതല്ല എന്നുണ്ടെങ്കിൽ പോലും അവർ അവരുടെ വ്യക്തിയെ വെച്ച് കമ്പയർ ചെയ്തിടുകയാണ്. അപ്പോൾ അതാണ് ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യിക്കാതിരിക്കുക എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പേഴ്സൺ വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ മണി മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു എയിം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അതായത് അവർ വിചാരിച്ച കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയതിന് ശേഷമോ അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ വന്നിട്ടോ അല്ല, നിങ്ങൾ ഒപ്പമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു ഓൺ ആൻഡ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടിരിക്കുന്ന ആ ഒരു സമയത്തോ ഇവരത്രത്തോളം ദുഃഖിച്ച് മാനസികമായിട്ട് വിഷമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഇവരെപ്പോഴും ഇവരുടെ ഒരു സന്തോഷം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ ശേഷം ഈ ഒരു വ്യക്തി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വെയിറ്റിംഗ് എനർജി നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അവർ വളരെ കാര്യമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അവർ ഇൻവെസ്റ്റ് ചെയ്തൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കാം, ജോബായിരിക്കാം. അപ്പോൾ എന്ത് വേണമെങ്കിലും ആവാം, ഒരു കാര്യത്തിനായിട്ട് അവർ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിരുന്നു, ക്ഷമാപൂർവ്വം അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് അവർ ആഗ്രഹിച്ച രീതിയിലേക്ക് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഈ ഒരു സമയം വരെ അവർക്കത് കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു പാർട്ടി ആനിമൽ എന്നൊക്കെ പറയുന്ന പോലെ ആഘോഷങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ അടിച്ചു കുളിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം.
അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി അത്തരത്തിലുള്ളതാണ്. അവർ ഭയങ്കരമായിട്ട് ഒരു പാഷനേറ്റ് ആയിട്ട് എന്തിനെങ്കിലും വേണ്ടി ഇറങ്ങിത്തിരിക്കുക, അതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച് അത് കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോവുക, ആ ഒരു തരത്തിലുള്ളൊരു പേഴ്സണാണ്. കാരണം ഇവരിവിടെ കൂടുതൽ സ്നേഹിക്കുന്നത് ഇവരെ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു പേഴ്സണെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ നിങ്ങളെ മാത്രമായിരിക്കില്ല ചീറ്റ് ചെയ്ത് പോന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ മാത്രമായിരിക്കില്ല ഇവർ വേദനിപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുള്ള പല വ്യക്തികളെയും ഇവർക്ക് വേദനിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ, അതായത് ഇവർക്ക് തന്നെയാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചിലപ്പോൾ ഫാമിലിക്ക് പോലും അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഇവർ കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ എന്നുള്ളൊരു തരം സ്വഭാവമുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിൽ എന്താണോ അവർ വിചാരിക്കുന്നത് ഇത് മറ്റൊരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങളുമായിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ പോലും ആ ഒരു സമയത്ത് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്താണ് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ഉള്ളിലുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കള്ളത്തരമൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പോലും ഇവർ സമ്മതിച്ചു തരില്ല. നിങ്ങൾ ചിലപ്പോൾ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് ചൂണ്ടിക്കാണിച്ചാൽ പോലും അത് ലാസ്റ്റ് നിങ്ങളുടെ തലയിലാക്കിയിട്ട് ചിലപ്പോൾ പോകുന്നൊരു നേച്ചറായിരിക്കാം. അപ്പോൾ ആ ഒരു തരത്തിലാണ് ആളുടെ ഒരു എനർജി. അതുപോലെ തന്നെ ഇവരെപ്പോഴും ഒരു മാസ്കിനകത്ത് നിൽക്കുന്ന വ്യക്തികളാണ്. ഇവരെന്താണോ ഏതാണോ അതാർക്കും അറിയാൻ കഴിയില്ല. ഇവരുടെ ഉള്ളിലൊന്ന് പുറമേ മറ്റൊന്ന് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ ആളുകളെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു വ്യക്തിയാണ്. അവരെ പുറമേ കാണുന്ന ആ ഒരു രീതിയിലുള്ള വ്യക്തിയെ അല്ല അവരുടെ ഇന്നർ മൈൻഡ് എന്ന് പറയുമ്പോൾ വേറൊരു തരത്തിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയ ശേഷമോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളായിട്ട് ചെറിയൊരു കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ പോലുമോ നിങ്ങളെ ഓർത്തവരിയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഇവർ എപ്പോഴും നിങ്ങളെ തന്നെ ഓർത്തിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുക, അങ്ങനെയുള്ളൊരു എനർജിയൊന്നുമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഇവരെ തന്നെ സ്നേഹിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഇവരുടെ മാക്സിമം ആ ഒരു പ്രോസ്പെരിറ്റിക്ക് വേണ്ടി നടക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ പല സന്ദർഭങ്ങളിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ഐസൊലേഷൻ കാർഡൊക്കെ വന്നിട്ടുണ്ട്. അതായത് അവർക്ക് പല സന്ദർഭങ്ങളിലും ഒറ്റപ്പെട്ടതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആരുടെയും ഒരു സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥ ഇവർക്കുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ളൊരു സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു വ്യക്തി മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആശ്വസിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അഡ്വൈസ് കൊടുക്കുക ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ളൊരു സപ്പോർട്ടൊന്നും അവർക്ക് ഇപ്പോൾ കിട്ടാത്തത് കൊണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെയുള്ള വ്യക്തികൾ അത്രത്തോളം ഇവർക്കൊരു കെയർ കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം. പലപ്പോഴും ഇവർക്ക് ആ ഒരു ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിംഗ് വരുന്ന ടൈമിലായിരിക്കാം മേ ബി നിങ്ങളൊന്ന് മിസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഓർക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനോ അല്ലാന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള അകൽച്ചയിലോ ഒക്കെ ആയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വ്യക്തികളല്ല കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ചധികം ടൈം പീരീഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാവാം, ചിലപ്പോൾ 5-6 മാസങ്ങൾക്ക് ശേഷം അത്രയും സെപ്പറേഷൻ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതായത് കുറച്ച് ടൈം ഇതിനകത്ത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ആ ഒരു പിരിഞ്ഞ ശേഷം പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് വന്നിട്ടുണ്ട്. അവർ വളരെ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിലൊക്കെ പോന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആരിൽ നിന്നോ ഒരു ചതി കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോൾ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് തന്നെ ആവണം എന്നില്ല. എവിടെയോ അവർ വിശ്വസിച്ചൊരു സ്ഥലത്ത് നിന്ന് അവർക്ക് ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ നേരിട്ട് ഈ ഒരു വിശ്വാസവഞ്ചന തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ വല്ലാത്തൊരു റോള് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാം. അതായത് അവരെ നല്ല രീതിയിൽ തകർത്ത് കളഞ്ഞ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു വിശ്വാസവഞ്ചന. ചിലപ്പോൾ അവരുടെ ആ ഒരു ക്യാരക്ടറിന് അവർക്ക് ചിലപ്പോൾ കിട്ടിയൊരു തിരിച്ചടി ആയിരിക്കാം. പക്ഷേ ആ ഒരു സംഭവവും അവർ ഓവർകം ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ ആ ഒരു തണ്ടർ ബോൾട്ട് കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു ഡിസ്ട്രക്ഷൻ, ഒരു പെട്ടെന്നുള്ള ഒരു തകർച്ച അവർക്കുണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ളൊരു തകർച്ചയായിരിക്കാം. ഇനി ഒരു ഫാമിലിയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഫാമിലി വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയിട്ട് അവിടെയുള്ളൊരു ഡിസ്ട്രക്ഷൻ ആയിരിക്കാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തിക തകർച്ചയാവാം. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നല്ല ഹൈപ്പിൽ പോയിരുന്നൊരു സംഭവം പെട്ടെന്ന് അടിയിലേക്ക് പോയിട്ടുണ്ട്. അവർ പോലും വിചാരിക്കാതിരിക്കുന്ന ഒരു സമയത്ത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു നല്ലൊരു ഡിസ്ട്രക്ഷൻ ഇവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു വിശ്വാസവഞ്ചന അവരുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സംഭവം കഴിഞ്ഞ് അധികമാകുന്നതിന് മുൻപ് തന്നെ അവർക്കൊരു അടുത്ത അടി എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നതാണ് ഈ ഒരു
തണ്ടർ ബോൾട്ട് കാർഡും. അതായത് ആ ഒരു പെട്ടെന്നുള്ളൊരു ഡിസ്ട്രക്ഷൻ, അടുത്തൊരു സംഭവം തുടരെയായിട്ടുള്ള വിഷമഘട്ടങ്ങളിലൂടെ ഈ ഒരു പേഴ്സൺ സഞ്ചരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും സഞ്ചരിച്ചു പോകുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും ഓരോ സമയമാണ്, ഓരോ കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സൻ്റെ എനർജി വ്യത്യസ്തമാണ്. അപ്പോൾ ചിലവർ ആ ഒരു എന്താ പറയുക, ആദ്യത്തെ ഒരു ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ. ചിലവരാണെന്നുണ്ടെങ്കിൽ അവരുടെ അതിൻ്റെ ആ ഒരു പീക്കിലെത്തിക്കാണും. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇവരുടെ ഒരു ടൈം പീരീഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത്, നമ്മൾ പറയില്ലേ ഇടി വെട്ടിയവനെ പാമ്പ് കടിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അത്രത്തോളം ഒരു വിശ്വാസവഞ്ചനയിൽ അകപ്പെട്ട് ആകെ തകർന്നിരിക്കുന്ന ഒരു സ്റ്റേജിൽ തന്നെയാണ് അടുത്ത ഒരു അടി അല്ലെങ്കിൽ അടുത്ത ഒരു തകർച്ച അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇതുവരെ സാധിച്ചിട്ടില്ല. ആ ഒരു എക്സോഷൻ പീരീഡിലാണ്. അതായത് അവരത്രത്തോളം ഇനി മതിയായി, മടുത്തു, ആ ഒരു ലൈഫ് മടുത്തു എന്നുള്ള ഒരു സിറ്റുവേഷൻ വരെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവരത്രത്തോളം ഭയങ്കരമായിട്ട് ഇവരെ തന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ആരെക്കാളും പ്രാധാന്യം അവനവന് തന്നെ കൊടുക്കുന്ന അത്രയും ഇതുള്ളൊരു വ്യക്തികളാണ്. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും അവരവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ റെഡിയുമാണ്. അപ്പോൾ പല സന്ദർഭങ്ങളിലും അവർ ആ ഒരു അവരുടെ ഒരു ബോൾഡ്നെസ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്മാർട്ട്നെസ് ഒക്കെ താഴെ പോയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ അനുഭവങ്ങൾ ഇവരുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒരു സെപ്പറേഷനായിട്ട് കുറച്ചധികം നാളുകളായി കാണും എന്നുള്ളത്. കാരണം നല്ല രീതിയിൽ പല സന്തോഷകരമായിട്ടുള്ളതും വിഷമകരമായിട്ടുള്ള അനുഭവങ്ങളും ഈ ഒരു പേഴ്സൺ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ നമ്മൾ ഫീനിക്സ് പക്ഷിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. എത്ര അടി കൊണ്ടിട്ടാലും അവർ പിന്നെയും അവിടെ നിന്ന് ഉയർന്നു വരാനായിട്ട് ശ്രമിക്കുന്ന തരത്തിലുള്ള പേഴ്സൺസാണ്. ഇവരെത്രത്തോളം ഇവർക്ക് ഇത് കിട്ടിയല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു പണി കിട്ടിയ ഒരു വീണ് കടന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എണീറ്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് ഇവിടെ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. നമുക്കിവിടെ ആ ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് പോലും ആ ഒരു റീബർത്ത് കാർഡാണ്. അതായത് 9 കഴിഞ്ഞതിന് ശേഷം 10 ആണ് വന്നിരിക്കുന്നത്, എൻഡിങ് ആണ്. പക്ഷേ അത്രത്തോളം മോശമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെ അവർ കടന്നു പോയിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ വിശ്വാസവഞ്ചനയോ തകർച്ചയോ ഒക്കെ ഫേസ് ചെയ്തിട്ടും വീണ്ടും അവിടെ നിന്ന് അവരെ എണീക്കാനായിട്ട് റെഡിയാണ്. ആ ഒരു ഡെത്തിന് ശേഷമുള്ള ഒരു റീബർത്തിനും ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇവരുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവരുടെ വിഷമഘട്ടങ്ങളൊന്നും ചിലപ്പോൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം തകർന്നു പോയതിട്ട് ആരും കാണിക്കുന്നുണ്ടാവില്ല. പബ്ലിക്കലി ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ വളരെ ഹാപ്പിയാണെന്ന് ആൾക്കാർ കരുതിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആൾക്കാർ മനസ്സിലാക്കിക്കോട്ടെ എന്നൊക്കെ ഉള്ളൊരു രീതിയിലായിരിക്കും ഈ ഒരു പേഴ്സൺ സമീപിക്കുക. ആ ഒരു എന്താ പറയുക, ടേണിങ് ഇൻ എന്നുള്ള കാർഡ് പറയുന്ന പോലെ എപ്പോഴും പുറമേ ഒരു ഇത്, അതുപോലെ ഇവിടെ നമുക്ക് ആ ഒരു പൊളിറ്റിക്സ് കാർഡും വന്നിട്ടുണ്ട്. അവരുടെ ആ ഉള്ളിലുള്ള കാര്യങ്ങൾ ആർക്കും മനസ്സിലാവില്ല. പുറമേ അവർ വേറെ പല രീതിയിലും ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അനുഭവങ്ങൾ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചേക്കാം, പല രീതിയിലും ഈ പേഴ്സൺ ശ്രമിച്ചേക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ തരത്തിലാണ് ആ ഒരു റീബർത്തിലേക്കുള്ള പ്രോസസ്സിലേക്കാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു റീബർത്ത് എന്ന് പറയുമ്പോൾ 2 രീതിയിലും ആവാം. ഒന്ന്, അവർക്ക് സംഭവിച്ച തെറ്റുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അവർക്ക് ജയിക്കാൻ വേണ്ടി പലരെയും തോൽപ്പിച്ചിട്ട് പോകാനോ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാനോ അത്ര വലിയ മടിയുള്ള വ്യക്തികളൊന്നുമല്ല. കാരണം അവർക്കതൊരു തെറ്റായിട്ട് തോന്നുന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളോട് ചെയ്തതാണെങ്കിൽ പോലും ഒരു തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചത് ശരിയായിട്ടില്ല എന്ന് ഈ ഒരു പേഴ്സൺ സമ്മതിച്ചു തരില്ല. അവരുടെ മനസ്സിൽ അതിന് പല ന്യായീകരണങ്ങളും ഉണ്ടാവും. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. തെറ്റ് ചെയ്താലും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, തെറ്റ് ചെയ്യുന്നതിനേക്കാളും വലിയ പാപമാണ് ചെയ്ത് തെറ്റ് ന്യായീകരിക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു റീബർത്ത് 2 രീതിയിലാവാം. അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, ഇപ്പോൾ മറ്റുള്ളവരോട് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ ചെയ്തത് ശരിയായില്ല, എൻ്റെ പടികൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി തിരുത്താനായിട്ടുള്ള ഒരു റീബർത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഗുണം ഇനിയും അവരുടെ ലൈഫിൽ ഉണ്ടാവും, ആ ഒരു തെറ്റ് തിരുത്താൻ അവർ തയ്യാറായാൽ. അല്ലാതെ ഇപ്പോഴും വീണ്ടും ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണ്, എൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്നുള്ള രീതിയിലാണ് അവർ റീബർത്തായിട്ട് വീണ്ടും ഉയർന്നു വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ കുറേ കൂടി ഇനിയും അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ ആ ഒരു ലാസ്റ്റ് ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലൊക്കെ ഇവർക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻസോ അല്ലെങ്കിൽ ഒറ്റപ്പെടലോ ഒക്കെ വന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചതിയൊക്കെ ഫേസ് ചെയ്തവരാകെ വയ്യാതിരിക്കുന്നൊരവസരത്തിൽ നിങ്ങളുടെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് ഇവർ ചിലപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തേക്കാം. അങ്ങനെ കോൺടാക്റ്റ് ചെയ്ത വ്യക്തികൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അല്ല, ഇവർ ആ ഒരു സിറ്റുവേഷൻ വരെ എത്തിയിട്ടില്ല, അതിന് മുൻപൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോഴും ആ ഒരു ഈഗോയിലൊക്കെ തന്നെയായിരിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ പോലും അത്രത്തോളം കോൺടാക്റ്റ് ചെയ്യാനൊന്നും വന്നിട്ടുണ്ടാവില്ല. വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ
അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത്ര ഭയങ്കരമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലല്ല. ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ വീണ്ടും ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കോൺടാക്റ്റ് തന്നിട്ട് നല്ലൊരു രീതിയിലൊരു പോസിറ്റീവ് എന്നുള്ള രീതിയിലൊരു കോൺടാക്റ്റിലേക്ക് വന്നിട്ട് വീണ്ടും ആ ഒരു കോൺടാക്റ്റ് തരാതെ പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാം. കുറച്ച് നാൾ സെപ്പറേഷനിലിരിക്കുക, വീണ്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു കമ്മിറ്റ്മെൻറ്റ് കിട്ടി, ആ ഒരു പേഴ്സൺ നല്ല രീതിയിൽ വന്നു എന്ന് വിചാരിക്കുക. പക്ഷേ വീണ്ടും വന്നതുപോലെ തിരിച്ചു പോവുക. ആ ഒരു രീതിയിലായിട്ടാണ് ഇവർ പോയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ പെടും. അതായത് അവരിതുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവില്ല, ഇപ്പോൾ ഉള്ള ആ ഒരു റീബർത്തിലൂടെ അവരൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇവർക്ക് വീണ്ടും ദുരനുഭവങ്ങൾ വരേണ്ടതായിട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് നമുക്കറിയാം പല തരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ ചിലവരെന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ അവർക്കൊരു തിരിച്ചടിയായിട്ട് യൂണിവേഴ്സായിട്ട് അവർക്ക് പഠിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തികൾ ചിന്തിക്കുന്നത് ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല, അവർ കാരണമാണ്, ഇവർ കാരണമാണെന്ന് പറഞ്ഞ് അവർക്ക് സ്വയം വന്നിരിക്കുന്ന ആ ഒരു തെറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് ആ സ്വയം വന്നിരിക്കുന്ന ആ ഒരു പതനം പോലും അവരുടെ കർമ്മയായിട്ട് അവർ കണക്കാക്കില്ല. അത് മുഴുവൻ മറ്റാരോ കാരണമാണ്, അവർ കാരണമാണെന്നൊക്കെ പറഞ്ഞ് ആരുടെയെങ്കിലും തലയിൽ ഇവർ കുറ്റം കെട്ടിവെക്കാൻ നോക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ചെയ്ത തെറ്റ് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം വരുന്നത്. അവരാണ് കണ്ടിന്യൂസ്ലി വീണ്ടും 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 ഇത് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസിയുള്ള വ്യക്തികൾ. അതേസമയം ചിലവരെന്ന് പറയുന്നത് ഒരു ചെറിയൊരു അടി തന്നെ അവർക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ അവർ പെട്ടെന്ന് തിരിച്ചറിയും, എൻ്റെ പ്രവൃത്തിയാണോ ഈശ്വര, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വീണ്ടും ആ ഒരു നല്ല വഴിയിലൂടെ സഞ്ചരിക്കാനുള്ളൊരു ബോധം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ അത്രത്തോളം ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോവില്ല. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ഏത് തരത്തിലാണ് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ കുറച്ച് ഇങ്ങനെയുള്ളൊരു സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് വിചാരിക്കുന്ന പോലത്തെ ഒരു വ്യക്തിയൊക്കെ ആയതുകൊണ്ടും ആ ഒരു പൊളിറ്റിക്സ് സ്പേസ് ഇട്ട് നടക്കുന്നതുകൊണ്ടും നമുക്ക് അത്രത്തോളം ഇവർ ഭയങ്കര ഹോണസ്റ്റ് ആണോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിലേക്ക് പെട്ടെന്നാവുമെന്നൊന്നും വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഇവരെ സംബന്ധിച്ച് ഒരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളത്, ഇവർ വീണ്ടും വീണ്ടും കഷ്ടപ്പെടാൻ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പതനത്തിൽ നിന്ന് ഉയർത്തെണീക്കാനായിട്ട് നോക്കുന്ന വ്യക്തികളാണ്. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അടുത്തൊരു കച്ചിത്തുരുമ്പ് കിട്ടുമ്പോൾ പിടിച്ചു കയറുക എന്ന് പറയില്ല, ആ ഒരു രീതിയിലേക്ക് ഇവർ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു 10 ഓഫ് സോർട്സ് അല്ലെങ്കിൽ ആ ഒരു 10ന് ശേഷം ആ ഒരു റീബർത്ത്, ഡെത്തിന് ശേഷമുള്ള ഒരു റീബർത്ത് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം അവർ തളർന്നിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ഉയരാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കൺഫർമേഷനായിട്ട് വന്നിരിക്കുന്നത് ഫ്ലോ എന്നുള്ള കാർഡാണ്. അപ്പോൾ ഇവിടെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പല എക്സ്പീരിയൻസസ് അപ്പ് ആൻഡ് ഡൗൺ ഇതിൽ നിന്നെല്ലാം അവരൊരു പാഠം ഉൾക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ഹീലിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവും. നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും മനസ്സമാധാനം ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ നിന്നൊന്നും തിരുത്താതെ അവരിലേക്ക് തന്നെ ചുരുങ്ങി അവരെ മാത്രം ഫോക്കസ് ചെയ്ത് തന്നെയാണ് ഇനിയും പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫ്ലോ തടസ്സപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്ക് അവരുടെ ഒരു എനർജി ആയിട്ട് പറയാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ടുള്ള വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ചതി ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവരെ റിലേറ്റ് ചെയ്ത് നടന്നു പോയിട്ടുണ്ട്. പക്ഷേ അവർ കുറച്ച് വിൽ പവറുള്ള അല്ലെങ്കിൽ നല്ല ബോൾഡായിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ അവർ ഉയർന്നു വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുത്തുക എന്നുള്ളൊരു അനുഭവങ്ങളിലൂടെയൊക്കെ ഇവർ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള ആ ഒരു റീബർത്ത് അവർക്ക് നല്ല രീതിയിൽ നടക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിലവർ വന്നിട്ട് അവരുടെ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആകുമ്പോൾ നിങ്ങളുടെ ഒരു സാന്ത്വനം നേടിയിട്ട് വീണ്ടും തിരിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ വിശ്വസിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അവരുടെ ഒരു നേച്ചർ അതാണ്. അവർ എത്ര അനുഭവങ്ങൾ കിട്ടിയാലും പഠിക്കാൻ തയ്യാറല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെയും അവരെ ഫോക്കസ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. അല്ലാത്ത തരത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം അവർ നിങ്ങളിലേക്ക് വരുമോ. അപ്പോൾ ഇവിടുത്തെ ആ ഒരു നല്ല രീതിയിൽ ഇവർ ആ ഒരു ലെസൺ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു റീബർത്ത് അവരുടെ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങൾക്കറിയാമല്ലോ ഏത് രീതിയിലാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്ലൂസ് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്പർ 20, ലെറ്റർ D, ലെറ്റർ J, നമ്പർ 19, ലെറ്റർ C, ക്യാൻസർ സോഡിയക് സൈൻ, നമ്പർ 21, ലെറ്റർ B ആണ്, B ഫോർ ബോൾ,
കോഴിക്കോട്. നമ്പർ 1313 November month. Capricorn. April month. Kollam. Letter S. Pisces. Leo. July month. Kottayam. Letter K. Kasaragod. Scorpio. And the last one, letter Y. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷൻസ്, ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ, പിന്നെ ക്ലൂസുമായിട്ട് നിങ്ങൾക്ക് റെസനേഷൻ ഉണ്ടായിട്ടുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ റീഡിംഗ് ആണോ എന്നുള്ളത് വിലയിരുത്തുക. അപ്പോൾ നിങ്ങളുടേതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക. ഇനി റീഡിംഗ് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരാളെ നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു, ആ ഒരു വ്യക്തി നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളോട് ട്രീറ്റ് ചെയ്യുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി വേണം നമ്മൾ അങ്ങോട്ടും കൊടുക്കാൻ. പാത്രം അറിഞ്ഞ് വിളമ്പുക എന്ന് പറയില്ല, ആ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളത് ഓർത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.